വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ ഞാൻ കാണിക്കാൻ പോകുന്നത് ക്രിസ്മസ് പാർട്ടി മേക്കപ്പ് ലുക്കാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിരിക്കുന്നു. മോർ ഗോൾഡൻ അല്ലെങ്കിൽ റെഡിഷ് സ്റ്റോൺസ് വെച്ചിട്ടാണ് നമ്മൾ കളിക്കാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ കേൾക്കാം. അപ്പോൾ ഞാൻ ഓൾറെഡി സ്കിൻ കെയർ റൂട്ടീൻ ചെയ്തിട്ടുണ്ട്. ടോണർ, മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ ഒക്കെ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിന് മുകളിൽ കൂടെ നമ്മൾ ഇനി പ്രൈമറാണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. നമ്മുടെ സ്കിന്നിന് എന്തെങ്കിലും റഫ് ആൻഡ് ബംസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, സ്പെഷ്യലി നിങ്ങൾക്ക് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിൽക്കാനും കൂടി വേണമെങ്കിൽ പ്രൈമർ ഉപയോഗിക്കുന്നത് നല്ലതാണ്. കാരണം നമ്മുടെ ഫേസിലെ പോർട്സും ബംസും ഒക്കെ ഈ പ്രൈമർ സ്മൂത്ത് ഔട്ട് ചെയ്യും. അപ്പോൾ അത് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അപ്ലൈ ചെയ്യുക ഒരു പ്രൈമർ. ഞാനിന്ന് ഉപയോഗിക്കാൻ പോകുന്നത് ഈ ഒരു NYBയുടെ ബ്ലറിംഗ് ആയിട്ടുള്ള ഒരു പ്രൈമറാണ്. നല്ല അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈമറാണ്. നല്ല അഫോർഡബിൾ ആണ്. അത്ര വലിയ റേറ്റ് ഒന്നും വരില്ല. ഡെഫിനറ്റ്ലി നിങ്ങളൊരു പ്രൈമർ നോക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ചെക്ക് ഇറ്റ് ഔട്ട്. ഇത് നമുക്കൊരു ഡ്രോപ്പ് വേണ്ട, അധികമൊന്നും വേണ്ട, ചെറിയൊരു ഡ്രോപ്പ് വേണ്ടു. ആ ഒരു ഡ്രോപ്പോട്ട് നമുക്ക് ഫേസിൽ മൊത്തം അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഫസ്റ്റ് നമ്മുടെ ഫേസിൽ പോർസ് ഉള്ള ഭാഗത്ത് ആദ്യം അപ്ലൈ ചെയ്യുക, പിന്നെ ബാക്കിയുള്ള ഭാഗത്തൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക ലൈറ്റായിട്ട്. ഞാൻ കുറച്ചെടുത്തിട്ട് ഞാൻ ജസ്റ്റ് ഇവിടെ അപ്ലൈ ചെയ്യുന്നുണ്ട്. അവിടെ നമുക്ക് മെയിനായിട്ട് പോർസ് വരുന്നത്, പിന്നെ ബംസ് ഒക്കെ വരുന്നത് ഈ കണ്ണിൻ്റെ അടിഭാഗത്തൊക്കെ ആയിട്ടാണ്. അപ്പോൾ അവിടെയൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നന്നായി ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നത്. കൺസീലറാണ് ഫസ്റ്റ് ഉപയോഗിക്കാൻ പോകുന്നത്. ഈ ഒരു കൺസീലർ ഇതൊരു ലിക്വിഡ് കൺസീലറാണ്. സ്വിസ് ബ്യൂട്ടി എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെയാണ്. നല്ലൊരു കൺസീലറാണ്. ഇപ്പോൾ നല്ലൊരു കൺസീലറാണ്. അപ്പോൾ നിങ്ങൾ നല്ലൊരു കൺസീലർ നോക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഈ ഒരു കൺസീലർ ചെക്കൗട്ട് ചെയ്യണം. കൺസീലർ ഞാൻ നമ്മുടെ ഫേസിൽ എവിടെയൊക്കെയാണ് കുരുകൾ, നമുക്ക് എന്തൊക്കെയാണ് കൺസീലർ ഉണ്ടെന്ന് വെച്ചാൽ അവിടെയൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഫസ്റ്റ് ഞാൻ എന്തായാലും എൻ്റെ കണ്ണിൻ്റെ അടിഭാഗത്തൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ഇച്ചിരി എൻ്റെ മൂക്കിൻ്റെ പാലത്തിന് മുകളിലും ഇവിടെ കുറച്ചൊക്കെ ബംസും കുറച്ചൊക്കെ പിമ്പിൾസും അതിൻ്റെ മാർക്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിൽ കൂടെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സെയിം ഈ ഭാഗത്തും പിന്നെ ഇവിടെ. ഇതെന്തായാലും ബ്ലെൻഡ് ചെയ്ത് മുകളിൽ കിട്ടും. ജസ്റ്റ് ലൈറ്റായിട്ട് കണ്ണിൻ്റെ മുകളിലും അപ്ലൈ ചെയ്യുന്നുണ്ട്. പിന്നെ എനിക്ക് ചുണ്ടിൻ്റെ ചുറ്റും ഇച്ചിരി ഡാർക്ക്നെസ് ഉണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് അവിടെ കുറച്ച് തേക്കുന്നുള്ളൂ, അധികമൊന്നുമില്ല. നമ്മൾ തേച്ചിട്ട് അപ്പം തന്നെ ബ്ലെൻഡ് ചെയ്യാണ്ടിരിക്കുക. കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് ബ്ലെൻഡ് ചെയ്താൽ ഒന്നുകൂടി നല്ലതാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് എൻ്റെ കണ്ണിൻ്റെ അടിഭാഗത്ത് തുടങ്ങുന്നത്. കാരണം പിമ്പിൾസിൻ്റെ ആ പാടിൻ്റെ മുകളിൽ ഈ കൺസീലർ ഒന്ന് സെറ്റ് കഴിഞ്ഞാൽ നമുക്ക് അത്രയും നല്ല കവറേജ് തരും. ഞാൻ അതിന് ജസ്റ്റ് വേണ്ടി ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് പിന്നെ നമുക്ക് അവസാനം ആ പിമ്പിളിൻ്റെ ഭാഗത്തേക്കൊക്കെ എത്താം. അപ്പോൾ നമ്മളിതാ പിമ്പിൾസിൻ്റെ ഭാഗത്തേക്ക് ഒന്ന് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അധികം ബ്ലെൻഡ് ചെയ്യുന്നില്ല, ഉള്ളോട് തന്നെ നമ്മളൊന്ന് പാക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു കൺസീലർ എന്ന് പറഞ്ഞാൽ നല്ലൊരു കവറേജ് പ്രൊവൈഡ് ചെയ്യുക. ഡെഫിനറ്റ്ലി മസ്റ്റ് ട്രൈ. അതൊരു ബഡ്ജറ്റ് റേഞ്ച് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി കൺസീലർ നോക്കുക. ഐ തിങ്ക് 200 അടിയിലേ വരുന്നുള്ളൂ. നല്ല സൂപ്പർ കവറേജ് ആണ്. ഞാൻ കൺസീലർ ഹെവി ആയിട്ടുള്ള കൺസീലർ ആയതുകൊണ്ട് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഫൗണ്ടേഷൻ യൂസ് ചെയ്യുന്നുള്ളൂ. അതിന് ഞാൻ ഉപയോഗിക്കുന്നത് ഈ ഫേസസ് കാനഡയുടെ അൾട്ടിമേറ്റ് പ്രോ സെക്കൻഡ് സ്കിൻ ഫൗണ്ടേഷൻ ആണ്. ഇതൊന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഓയിൽ ബേസ്ഡ് ആയിട്ടുള്ള ഫൗണ്ടേഷൻ ആണ്. ഞാൻ ഡയറക്റ്റ്ലി ഫേസ് അപ്ലൈ ചെയ്ത് കണ്ടു. നല്ല റണ്ണി ആയിട്ടുള്ള ടെക്സ്ചർ ആണ് കണ്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ഫൗണ്ടേഷൻ ഏകദേശം അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ലാസ്റ്റ് ആയിട്ട് ഞാൻ ജസ്റ്റ് എൻ്റെ ബ്യൂട്ടി ബ്ലെൻഡർ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് എല്ലായിടത്തും ഡാബ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി എക്സസ് ആയിട്ടുള്ള എനി പ്രോഡക്റ്റ് ഉണ്ടെങ്കിലും ബ്രഷിൻ്റെ വല്ല സ്ട്രോക്സ് വന്നിട്ടുണ്ടെങ്കിലും എന്താണെങ്കിലും ഈ ഒരു ബ്യൂട്ടി ബ്ലെൻഡർ വെച്ച് നമ്മൾ നന്നായി ഡാബ് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞാൽ അതങ്ങോട്ട് പോകും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ചെയ്ത് നോക്കാം. ഞാൻ ജസ്റ്റ് ഇതൊന്നും എടുത്തിട്ട് എല്ലായിടത്തും ഒന്ന് ലൈറ്റായിട്ടൊന്ന് ഡാബ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും നിങ്ങൾ എക്സ്ട്രാ ആയിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഈ ഒരു ബ്യൂട്ടി ബ്ലെൻഡർ പിക്ക് ചെയ്തെടുക്കും. അപ്പോൾ നമ്മുടെ ഫേസിൽ ഒരിക്കലും എക്സ്ട്രാ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ഉണ്ടാവില്ല, കേക്ക് ആവില്ല. അപ്പോൾ ഞാൻ ഡയറക്റ്റ് ബ്ലഷിലേക്ക് പോവാണ്. അപ്പോൾ ഫേസ് അധികം കേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പൗഡർ വെച്ച് സെറ്റ് ചെയ്ത് പിന്നെ ബ്ലഷ് പിന്നെ കോണ്ടോറൊക്കെ ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല പൗഡേഴ്സ് നമ്മുടെ ഫേസിൽ വരും. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു റിയൽ ടെക്നിക്സിൻ്റെ ഇതൊരു പഫിംഗ് ബ്ലഷാണ്. നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനൊക്കെ ഉപയോഗിക്കാം. അപ്പോൾ ബ്ലഷിന് വേണ്ടി ഞാൻ ഉപയോഗിക്കുന്നത് മൈഗ്ലാമിൻ്റെ കെ പ്ലേ എന്ന് പറഞ്ഞൊരു ബ്ലഷറാണ്. ഇതൊരു പീച്ച് ഷെയ്ഡാണ്, പീച്ച് ബ്ലഷാണ് ഇതിൻ്റെ വരുന്നത്. മിററും വരുന്നുണ്ട്. നല്ല ബ്ലഷാണ്. ഇതിൻ്റെ സ്മെൽ ഒഴികെ ബാക്കി എനിക്ക് എല്ലാം ഇഷ്ടമാണ്. നല്ലൊരു പിഗ്മെൻറ്റഡ് ബ്ലഷാണ്. അപ്പോൾ ഞാൻ അപ്ലൈ ചെയ്യുന്നത് ഇന്നർ കോർണറിലേക്കൊന്നും അധികം പോകുന്നില്ല. ജസ്റ്റ് ഔട്ടർ കോർണറിൽ മാത്രം അപ്ലൈ ചെയ്യുള്ളൂ. കാരണം എൻ്റെ ഫേസ് ഒന്നുകൂടി സ്ലിമ്മർ ആക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ലൈറ്റായിട്ട് ബ്ലഷ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഫേസിന് ചെറിയൊരു കളർ കൊടുക്കാത്തേ ഉള്ളൂ. പിന്നെ ഞാൻ കോൺടോർ ചെയ്ത് കൊടുക്കുന്നുണ്ട് ലൈറ്റായിട്ട്. എൻ്റെ ഫേസ് അതിന് വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് ഈ ഷുഗറിൻ്റെ കോൺടോർ ഡി ഫോഴ്സ് എന്ന് പറഞ്ഞ മിനി ബ്രോൺസറാണ്. ഇത് വുഡി വണ്ടർ എന്ന് പറഞ്ഞ ഷെയ്ഡാണ്. എനിക്കിത് ഇഷ്ടമാണ്. ഏകദേശം കഴിഞ്ഞു. വേറൊരു ഷെയ്ഡും കൂടി ഉണ്ട്, അത് എനിക്ക് ഇഷ്ടമാണ് കേട്ടോ. എൻ്റെ ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ കോൺടോറും ബ്ലഷൊക്കെ ഞാൻ അതിൽ ഉപയോഗിക്കുന്ന ആ ഷെയ്ഡും ഈ ഒരു ഷെയ്ഡാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇതൊന്നും കൂടി ഹെവി ആയിട്ട് പാർട്ടി മേക്കപ്പ് നമുക്ക് ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി ഇത് യൂസ് ചെയ്യാറുണ്ട്. മറ്റേതൊന്നും കൂടി ലൈറ്റ് വെയിറ്റ് ആയിട്ടാണ് ഉപയോഗിക്കാറ് കേട്ടോ. അപ്പോൾ ഇത് എടുത്തിട്ടുണ്ട്. എക്സ്ട്രാ ടാപ്പ് ഓഫ് ചെയ്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് കോൺടോർ ചെയ്ത് കൊടുക്കാം. പുറത്തേക്കും കൂടി ഒന്ന് നമ്മൾ കോൺടോർ ചെയ്യുമ്പോൾ എപ്പോഴും നമ്മുടെ ഹെയർ ലൈനിലേക്ക് ഒന്ന് കോൺടോർ ചെയ്ത് കൊടുക്കാം നമുക്ക്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ആ ഒരു ഡെഫിനറ്റ്ലി നമ്മുടെ ഈ ഒരു ഹെയർ ലൈൻ ഒന്നും കൂടി നമ്മുടെ ഫേസിനെക്കാളും കൂടി ലൈറ്റർ കളറായിരിക്കും. അപ്പോൾ അത് നമുക്ക് നമ്മുടെ ഫേസും തമ്മിൽ ഒരു ബന്ധമില്ലാണ്ടാവും. നമ്മളിവിടെ കോൺടോർ മാത്രം അപ്ലൈ ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ. അപ്പോൾ അത് നന്നായി നമ്മുടെ ഹെയർ ലൈനിലേക്ക് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ഹെയർ ലൈനിലേക്ക് ബ്ലെൻഡ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം അങ്ങോട്ട് ബ്രൗൺ ആക്കി വെക്കരുത്. ഹെയർ ജസ്റ്റ് ലൈറ്റായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ഐ മേക്കപ്പ് ചെയ്യാൻ പോകണം. അതിന് മുന്നായിട്ട് ഞാൻ ഐബ്രോസ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഐബ്രോസ് ഫില്ല് ചെയ്യാൻ ഞാൻ ഈ മൈഗ്ലാമിൻ്റെ ഈ ഒരു പ്രോഡക്റ്റാണ് ഉപയോഗിക്കുന്നത്. ഇത് മൈഗ്ലാമിൻ്റെ ലെറ്റ് ബ്രൗ ഡിഫൈനർ പെൻസിൽ ഇതിൻ്റെ ഷെയ്ഡ് ഷുക്കാണ്. ഷെയ്ഡ് ഇച്ചിരി ഒരു ബ്രൗണി ഷെയ്ഡാണ്. അപ്പോൾ ജസ്റ്റ് ഈ ഒരു സ്പൂലി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് വരച്ച് കൊടുക്കുകയാണ്. ഈ ഒരു ഐബ്രോ എൻ്റെ ആക്ച്വലി പെർഫെക്റ്റ് ആണ്. ഒന്നും കാര്യമായിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഇച്ചിരി ഒന്ന് ഷേപ്പ് കൊടുക്കുന്നുള്ളൂ. ഈ ഒരു ഐബ്രോസ് അതിന് വേണ്ടിയിട്ട് ഒന്നും പറയണ്ട.
അപ്പോൾ നമുക്ക് ഈ ഒരു ഐബ്രോസ് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഫസ്റ്റ് ഞാൻ ഇതൊന്ന് ശരിയാക്കി കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ലൈറ്റായിട്ടൊന്ന് ഫില്ല് ചെയ്യേണ്ട കുറച്ച് ഭാഗങ്ങളുണ്ട്, അത് മാത്രമേ ചെയ്യുള്ളൂ. ഈ ഐബ്രോസ് വെച്ച് നോക്കുമ്പോൾ ഇത് ഡാർക്കറുമാണ്. ഞാൻ ഫില്ലൊന്നും കാര്യമായിട്ട് ചെയ്യുന്നില്ല. അപ്പോൾ അവിടെ ഇവിടെ ജസ്റ്റ് ഒന്ന് സ്പാസ് ആയിട്ടുള്ള സ്ഥലങ്ങളിലോടൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ ഈ സ്റ്റാർട്ടിങ് എൻ്റെ ഐബ്രോസ് എന്ന് പറഞ്ഞാൽ ഫുള്ളി ഡാർക്ക് ഐബ്രോസ് ആണ്. അങ്ങനെ ഇവിടുന്ന് ലൈറ്റ് ആയിട്ടൊന്നുമില്ല, ഡാർക്കാണ്, ടോട്ടലി ഡാർക്കാണ്. ഇത് ലൈക്ക് നോർമൽ ഐബ്രോസ് ആണ്, ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. എന്നാലും നമ്മൾ ആ ഒരു ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ഐബ്രോസ് എന്ന് പറഞ്ഞാൽ എൻ്റെ സ്റ്റാർട്ടിങ് തൊട്ടിട്ട് ഡാർക്കാണ്. അങ്ങനെ ലൈറ്റർ പാടുന്നില്ല, ഈ ഭാഗത്തുണ്ട് ബട്ട് ഇതില്ല. അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഞാൻ ഇവിടെ വർക്ക് ചെയ്യാറ്. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ ഇവിടുന്ന് തൊട്ടിട്ട് ഡാർക്ക് ആക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഈ ഭാഗത്ത് ലൈറ്റായിട്ട് ചെയ്യാം. അപ്പോൾ എൻ്റെ ബോട്ട് ഐബ്രോസ് ഓക്കെയാണ്. ഐ മേക്കപ്പ് ചെയ്യാൻ വേണ്ടി ഞാൻ ഉപയോഗിക്കാൻ പോകുന്നത് ഈ മാറ്റ് ലുക്ക് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഷുഗർ ആൻഡ് സ്പൈസ് പാലറ്റാണ്. നിങ്ങളൊരു അഫോർഡബിൾ പാലറ്റ് നോക്കുകയാണ്, അതിൽ ഏകദേശം കളേഴ്സ് കളർഫുൾ ആയിട്ടുള്ള, നിങ്ങളൊരു കളർഫുൾ ആയിട്ടുള്ള ഒരു അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പാലറ്റ് നോക്കുകയാണ്, അതിൽ ഷിമ്മേഴ്സ്, മാറ്റ്, ഗ്ലിറ്റർ ഷെയ്ഡ്സ് ഒക്കെ ഉണ്ട്. അങ്ങനെ ഇൻക്ലൂഡ് ചെയ്തിട്ട് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഈ ഒരു മാറ്റ് ലുക്ക് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ സാധനം നോക്കുക. ഇത് ഷുഗർ ആൻഡ് സ്പൈസ് പാലറ്റാണ്. ഇതിൻ്റെ വേറൊരു പാലറ്റ് കൂടി ഉണ്ട്, അത് ന്യൂഡ് കളേഴ്സാണ്. അപ്പോൾ നിങ്ങൾക്ക് കളർഫുൾ ആയിട്ടുള്ള കളേഴ്സാണ് താല്പര്യം വെച്ചാൽ ഈ ഒരു പാലറ്റും, ന്യൂഡ് കളേഴ്സാണ് താല്പര്യം വെച്ചാൽ ആ ഒരു പാലറ്റ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. രണ്ടും ഞാൻ അടിയിൽ ലിങ്ക് ചെയ്ത് തരാം. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഉപയോഗിക്കാൻ പോകുന്നത് ഈ ഒരു ബ്രൗണിഷ് ഷെയ്ഡാണ്. ഇതൊരു ബ്രൗണിഷ് റെഡ് ഷെയ്ഡാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ആയിട്ട് നമ്മുടെ ക്രീസ് ലൈനിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇതിനൊരു ഷിമ്മർ ഷെയ്ഡ് ഉണ്ടോ, ഈ ഒരു ഷെയ്ഡാണ് ഞാൻ എൻ്റെ ഐലിഡ്സിന് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇതിന് നമുക്ക് പ്രത്യേകിച്ച് നല്ല സോഫ്റ്റ് ആൻഡ് ബട്ടറിയാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് എൻ്റെ ഐലിഡ് മൊത്തം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇത്രയും ചെയ്യാണ്. ഇനി ഇതിൻ്റെ മുകളിൽ കൂടെ വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ഗ്ലിറ്റർ വെക്കാം. ഈ പാലറ്റിൽ ഈ ഒരു ഗ്ലിറ്റർ വരുന്നുണ്ട്, ഞാൻ അതൊന്ന് അപ്ലൈ ചെയ്ത് കാണിക്കാം, നടുക്കിൽ മാത്രം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഈ ഒരു ഗ്ലിറ്റർ എടുക്കാം. ഞാൻ ഈ ഒരു ഗ്ലിറ്റർ ഞാൻ എൻ്റെ കണ്ണിൻ്റെ ഐലിഡിൻ്റെ നടുഭാഗത്തായിട്ട് അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ നമ്മളിത് എടുക്കുമ്പോൾ ജസ്റ്റ് കൈ കൊണ്ട് എടുത്താൽ മതി, ഗ്ലൂ ഒന്നും വേണ്ട. കണ്ടോ, ഗ്ലിറ്റർ കണ്ടോ. ഞാൻ ജസ്റ്റ് എൻ്റെ ഐലിഡിൻ്റെ നടുഭാഗത്ത് മാത്രമേ അപ്ലൈ ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ ഇതേ ഒരു ഐ ഷാഡോയിൽ ഫസ്റ്റ് നമ്മളെടുത്ത് ആ ബ്രൗൺ ഐ ഷാഡോ എടുത്തിട്ട് ജസ്റ്റ് എൻ്റെ വാട്ടർ ലൈനിൽ അടിയിലത്തെ ഭാഗത്തൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്, സെയിം ഐ ഷാഡോ. നെക്സ്റ്റ് ഞാൻ ഈ ജസ്റ്റ് ഹെർബ്സ് എന്ന ബ്രാൻഡിൻ്റെ കാജൽ എടുത്ത് ഇത് ഞാൻ എൻ്റെ കണ്ണിൻ്റെ മുകൾ ഭാഗത്തും അടിഭാഗത്തും അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ലൈറ്റായിട്ട് കാര്യമായിട്ടും ചെയ്യുന്നില്ല, ബിക്കോസ് എനിക്ക് അധികം ഹെവി ആയിട്ടുള്ള കാജൽ ലുക്ക് ഇഷ്ടമല്ല. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഗോ ഫോർ ഇറ്റ്. ഞാൻ ഇച്ചിരി ലൈറ്റായിട്ട് ചെയ്യുന്നുള്ളൂ, സ്മജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഹെർബ്സിൻ്റെ നൈനം ഡേ ലോങ് കോൾ കാജലാണ്. സ്വീറ്റ് ആൽമണ്ട് ഓയിലും വിറ്റാമിൻ ഇ ഒക്കെ ഉള്ളതാണ്. ഷെയ്ഡ് ഡീപ്പ് ബ്ലാക്ക്. ഇതെടുത്തിട്ട് ഈ ഒരു ബ്ലെൻഡിങ് ബ്രഷ് ഉണ്ട്, സ്മജിങ് ബ്രഷൊക്കെ ആയിട്ട് ഉപയോഗിക്കാം. സ്റ്റിഫായിരിക്കും അതിൻ്റെ ഇത്. അപ്പോൾ ഞാൻ അത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് സ്മജ് ചെയ്ത് കൊടുക്കുകയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിഭാഗത്ത്, ഞാൻ കണ്ണിൻ്റെ അടിഭാഗത്ത് ജസ്റ്റ് ലൈറ്റായിട്ടൊന്ന് ഇത് വെച്ചിട്ട് തന്നെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ആ സ്മജ് ചെയ്ത ബ്രഷ് എടുത്തിട്ട് തന്നെ കുറച്ച് പ്രൊഡക്റ്റ് ഇട്ടിട്ട് കണ്ണിൻ്റെ അടിഭാഗത്ത് നിന്ന് ഒരു 3/4 വേവ് വരെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ. വെച്ച് നിർത്തുകയാണ്. അപ്പോൾ ഇത്രയും ചെയ്യുന്നുള്ളൂ, ഉള്ളിലേക്ക് അധികം ഞാൻ കൊണ്ടുപോയിട്ടില്ല. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഗോ ഫോർ ഇറ്റ്. പീസായിട്ടും ഞാൻ അതേപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് ഞാൻ അപ്ലൈ ചെയ്യുന്നത് മസ്കാരയാണ്. മസ്കാരയ്ക്ക് വേണ്ടി ഞാൻ ഉപയോഗിക്കുന്നത് സ്വിസ് ബ്യൂട്ടിയുടെ ഈ ഒരു മസ്കാരയാണ്. ഇത് സ്വിസ് ബ്യൂട്ടിയുടെ പ്രഷ്യസ് തിക്കനിങ് ലോങ് ലാഷ് മസ്കാര ആണ്. പെർമനന്റ് ലെങ്തനിങ് എന്നൊക്കെ പറയുന്നുണ്ട്, ബട്ട് നല്ലൊരു ബോണ്ടാണ് കേട്ടോ, നല്ല തിന്നായിട്ടുള്ള ബോണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴത്തെ വേണമെങ്കിലും അപ്ലൈ ചെയ്യണമെന്ന്, ഏത് കോർണറിൽ അപ്ലൈ ചെയ്യണമെങ്കിലും നന്നായി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇറ്റ് ലുക്സ് സോ നൈസ്. പക്ഷേ നമ്മുടെ ബോട്ടം ലാഷസ് നമ്മൾ വേറെ ഒന്നും അപ്ലൈ ചെയ്യില്ല, കാജൽ ഒന്നും അപ്ലൈ ചെയ്യില്ല, ജസ്റ്റ് മസ്കാര മാത്രം അപ്ലൈ ചെയ്തൊരു പ്രത്യേക ഒരു ലുക്കാണ്. നമ്മുടെ ഐസ് നല്ല വൈഡൻ ആയ പോലെ തോന്നും. ഡെഫിനറ്റ്ലി എൻ്റെ ഫേവറേറ്റ് ആണ്. നെക്സ്റ്റ് ഞാൻ ഈ ഒരു ചെറിയൊരു ബ്രഷ് വെച്ചിട്ട് ജസ്റ്റ് എൻ്റെ ഹൈലൈറ്റർ എടുക്കുകയാണ്. ഹൈലൈറ്ററിന് വേണ്ടി ഞാൻ ഉപയോഗിക്കുന്നത് വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ മെഗാ ഗ്ലോ ഹൈലൈറ്റിംഗ് പൗഡറാണ്. ഇതാണ് പൗഡർ വരുന്നത്, നല്ലൊരു പൗഡറാണ് കേട്ടോ. എൻ്റെ കയ്യിൽ നിന്ന് പൊട്ടി, ബട്ട് ഞാനത് ഫിക്സ് ചെയ്തു. അപ്പോൾ ബിക്കോസ് മൈ ഫേവറേറ്റ് പൗഡറാണ്. ലൈക്ക് ഞാനൊന്ന് സെറ്റ് ചെയ്തെടുത്തു. ഞാൻ ജസ്റ്റ് ഈ ഒരു ബ്രഷ് എടുത്തിട്ട്, ചെറിയൊരു ബ്രഷ് എടുത്തിട്ട് എൻ്റെ ഐബ്രോസിൻ്റെ അടിഭാഗത്ത് ഒരു 3/4 ഭാഗത്ത് നിന്ന് ഇവിടെ നിന്ന് ജസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഫേസിൽ എവിടെയൊക്കെ ലൈക്ക് ലൈറ്റ് തട്ടി നമുക്ക് ഗ്ലോ കിട്ടണമെന്നുണ്ടോ അവിടെയൊക്കെ ഹൈലൈറ്റർ അപ്ലൈ ചെയ്യും. അപ്പോൾ മെയിൻ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഐബ്രോസിൻ്റെ താഴെ. നെക്സ്റ്റ് നമ്മുടെ ഇന്നർ കോർണറിൽ നമ്മുടെ ഐസ് കുറച്ച് ബ്രൈറ്റൻ ആവും. ഇവിടെയും നെക്സ്റ്റ് ഞാൻ അപ്ലൈ ചെയ്യാൻ പോകുന്നത് ലിറ്റിൽ ബിറ്റ് എടുത്തിട്ട് ഞാൻ ജസ്റ്റ് എൻ്റെ നോസിൻ്റെ ഇവിടെ ഒന്ന് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇവിടെ അപ്ലൈ ചെയ്തിട്ട് പിന്നെ ഡയറക്റ്റായിട്ട് ഇവിടെ അപ്ലൈ ചെയ്യും, എക്സ്പ്ലനേഷൻ പോയിന്റ് പോലെ. നിങ്ങളുടെ ഫേസിൽ ഗ്ലോ കിട്ടുന്ന ഭാഗങ്ങൾ മാത്രം അപ്ലൈ ചെയ്യുക. നെക്സ്റ്റ് ഞാനൊരു വലിയൊരു ബ്രഷ് എടുക്കുന്നത്, ഇതൊരു കോണ്ടൂർ ബ്രഷാണ്, റിയൽ ടെക്നീക്സ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ തന്നെയാണ്. ബട്ട് നമ്മളിത് ഹൈലൈറ്റർ അപ്ലൈ ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ്. എക്സ്ട്രാ ടാപ്പ് ചെയ്ത് കളഞ്ഞിട്ട്
ഇവിടെ അപ്ലൈ ചെയ്യുന്നുണ്ട്. എനിക്ക് ഇവിടെ ലൈറ്റായിട്ട് ടെക്സ്ചർ ഉണ്ട്. ബട്ട് നമ്മൾ പ്രൈമർ അപ്ലൈ ചെയ്ത കാരണം ഇപ്പോൾ അധികം കാണുന്നില്ല. എന്നാലും നമ്മൾ ആ ഒരു ഭാഗം അവോയ്ഡ് ചെയ്തിട്ട് ഞാൻ ഇവിടെയാണ് ഹൈലൈറ്റർ അപ്ലൈ ചെയ്യുന്നത് കേട്ടോ. നെക്സ്റ്റ് ഈ സൈഡ്. നെക്സ്റ്റ് ഞാൻ കുറച്ച് എൻ്റെ വിരലും എടുത്തിട്ട് ഇവിടെ ജസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കാറുണ്ട്. റിമൈനിങ് ആ ബ്രഷിലുള്ളതൊക്കെ നമുക്ക് ഇവിടെ ബാക്കി അപ്ലൈ ചെയ്തിട്ട് കുറച്ച് ഇവിടെ ഇവിടേക്കായിട്ടൊക്കെ അപ്ലൈ ചെയ്യും. നമുക്ക് ഏകദേശം ഇപ്പോൾ ഫേസ് സെറ്റ് ചെയ്യേണ്ടി വരില്ല. ബട്ട് സ്റ്റിൽ ഇച്ചിരി ഓയിൽ ആയിട്ടുള്ള സ്കിന്നാണ് എൻ്റെ. നമ്മൾ ഡ്യൂ ആയിട്ടുള്ള ഫൗണ്ടേഷൻ ആണല്ലോ യൂസ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് മാത്രം ഞാൻ ഈ ഒരു ലാക്മേയുടെ റോസ് പൗഡർ എന്ന് പറഞ്ഞൊരു പൗഡർ ഉണ്ട്. അത് പറഞ്ഞിട്ടുണ്ട്. എന്നാലും നല്ലൊരു പൗഡറാണ് കേട്ടോ. ഡെഫിനറ്റ്ലി നല്ലൊരു വാല്യൂ ഫോർ മണിയാണ്. അത്ര വലിയ റേറ്റ് ഒന്നും വരുന്നില്ല. അഗെയിൻ റിയലി അഫോർഡബിൾ ആണ്. കളേഴ്സ് കുറച്ച് കുറവാണ് ചൂസ് ചെയ്യാൻ. ബട്ട് ആസ് എ ബനാന പൗഡർ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഡെഫിനറ്റ്ലി ട്രൈ ദിസ് വൺ ഔട്ട്. ഈ ഒരു പൗഡർ നല്ല ലൂസായിട്ട് പൗഡർ വരാം. ഞാൻ 3-4 ഹോൾസ് വരുന്നത് കൂടെ പൗഡർ വരാം. നല്ലൊരു ക്വാണ്ടിറ്റി കിട്ടും ചെയ്യും നിങ്ങൾക്ക്. ഞാൻ ബ്ലഷ് കൊണ്ടുവന്ന് അപ്ലൈ ചെയ്യാത്ത ഭാഗങ്ങൾ മാത്രം അപ്ലൈ ചെയ്യും. വേണ്ടി ഞാൻ ഉപയോഗിക്കുന്നത് ഈ 2 പ്രൊഡക്റ്റാണ്. റെഡ് ആണ് ഉപയോഗിക്കുന്നത്. റെഡ് ഈസ് ലൈക്ക് സീസണിൻ്റെ ഫേവറേറ്റ് ആണ്, റൈറ്റ്, ക്രിസ്മസിൻ്റെ. സോ ഐ എം യൂസിങ് ദിസ് 2 കളേഴ്സ്. ഇത് ലിപ് ലൈനർ ആണ്. ലിപ് ലൈനർ ഞാൻ ഉപയോഗിക്കുന്നത് അഗൈൻ മൈഗ്ലാമിൻ്റെ ആണ്. മൈഗ്ലാമിൻ്റെ ലിറ്റ് മാറ്റ് ലിപ് ലൈനർ പെൻസിലാണ്. ഇതിൻ്റെ ഷെയ്ഡ് ബേ. നല്ലൊരു പെൻസിലാണ് കേട്ടോ. ഡെഫിനറ്റ്ലി ട്രൈ ഔട്ട്. നമ്മൾ ഡാർക്ക് കളറൊക്കെ ഉപയോഗിക്കുമ്പോൾ ലൈൻ ചെയ്തിട്ട് ഉപയോഗിക്കാനായിട്ട് നല്ലത്. ഇത് ഷുഗറിൻ്റെ മാറ്റ് ആസ് ഹെൽത്ത് റയോൺ ലിപ്സ്റ്റിക് 10 ഷെറി ഡാർലിംഗ്. നല്ലൊരു സൂപ്പർ കളറാണ് കേട്ടോ. ഇതാണ് ഞാൻ ഉപയോഗിക്കുന്നത്. നല്ലൊരു സൂപ്പർ റെഡ് കളറാണ്. നിങ്ങൾ ക്രിസ്മസ് പാർട്ടിക്കോ അങ്ങനെ എന്തെങ്കിലും പരിപാടികൾക്കൊക്കെ പോകുന്നുണ്ടെങ്കിൽ, ക്രിസ്മസ് ടൈമിൽ പോകുന്നെങ്കിൽ ഡെഫിനറ്റ്ലി ട്രൈ ചെയ്ത് നോക്കുക. ആൻഡ് ഐ ഹോപ്പ് യു ഗൈസ് എൻജോയ് ദിസ് വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായി ജസ്റ്റ് നമ്മൾ സ്ഥിരം പറയുന്ന പോലെ വീഡിയോ ഒന്ന് ലൈക്ക് അടിച്ച് കൊടുക്കുക. എന്തെങ്കിലും കമൻസോ എന്തെങ്കിലും റിക്വസ്റ്റോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അടിയിൽ ഡെഫിനറ്റ്ലി കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. ആൻഡ് എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഞാൻ അടിയിൽ ലിങ്ക് ചെയ്ത് തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അതിൽ കയറി ഒന്ന് ഫോളോ ചെയ്യുക. ഞാൻ അവിടെയാണ് കൂടുതൽ ആക്റ്റീവായിട്ട് ഇരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഡെഫിനറ്റ്ലി ഫോളോ ചെയ്യാം. പിന്നെ ഇനിയും വ്ളോഗ്സ് ഒക്കെ ചെയ്യാൻ ഞാൻ താല്പര്യപ്പെടുന്നുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ വ്ളോഗ് ഇടുമ്പോഴും എന്ത് വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. ഡെഫിനറ്റ്ലി എ ബിഗ് ഹെൽപ്പ്. നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഐ വിൽ ബി റിയലി താങ്ക്ഫുൾ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിരിക്കുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോ കാണാം. ഓക്കെ, ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.